ഹായ് ഗൈസ്, അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ ക്യാപ് കട്ട് വെച്ചിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ് കട്ട് ഓപ്പൺ ആക്കുക, ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക, അതിൽ ഫോട്ടോസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഇമേജ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പിന്നെ BG റിമൂവിലിട്ടിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത ഇമേജും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ള PNG ഇമേജാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ ഇമേജസും സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫോർമാറ്റ് സെറ്റ് ചെയ്തിട്ട് 9:60 കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇമേജ് സൈസൊക്കെ കറക്റ്റാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇമേജസും ഇതേപോലെ സെറ്റാക്കിയിട്ട് കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഈ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ആംഗിൾ നമുക്ക് ഏത് രീതിയിലാണോ എഫക്റ്റ് വേണ്ടത് ആ ആംഗിളിൽ ഇങ്ങനെ കൈകൊണ്ട് ആംഗിൾ തിരിച്ച് കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ താഴെ കാണുന്ന ഒരു ആരോ ഉണ്ടോ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്ന എഫക്റ്റാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കണം. താഴെ നിന്ന് ഇങ്ങനെ വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലാണ് വെക്കേണ്ടത്. അപ്പോൾ എനിക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ താഴെയാണ് ഈ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ പോയിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മാറിയിട്ട് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കീ ഫ്രെയിമിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ടാണ് സ്പീഡ് കൂടുന്നതും കുറയുന്നതും. അപ്പോൾ നമ്മുടെ പാട്ടിൻ്റെ ആ ബീറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഈ കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും മാസ്ക് സെലക്ട് ചെയ്തിട്ട് ഈ താഴെ കാണുന്ന ഈ ചെറിയ റൗണ്ട് ഇങ്ങനെ പിടിച്ച് മേലേക്കാക്കി കറക്റ്റ് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കൂ, ആ ഒരു എഫക്റ്റ് വന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ മാറിയിട്ട് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മാസ്ക് എടുക്കുക. മാസ്ക് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് മാസ്ക് സെലക്ട് ചെയ്യുക. വീണ്ടും അതിങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ടിക്ക് മാർക്ക് ചെയ്തിട്ട് ഈ എൻഡ് പോർഷനിൽ ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മാസ്ക് സെലക്ട് ചെയ്യുക, വീണ്ടും മേലോട്ട്. നിങ്ങൾക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഓക്കെ. ഇനി ഇതുപോലെ എല്ലാ ഇമേജസും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതേപോലത്തെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. എല്ലാ ഇമേജും നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാത്തിനും ഈ എഫക്റ്റ് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോങ് ആഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ പിക്ചർ ആഡ് ചെയ്തതിന് ശേഷം സോങ് ആഡ് ചെയ്യുക. എന്നിരുന്നാലേ നിങ്ങൾക്ക് ആ ബീറ്റിനനുസരിച്ചിട്ട് ഈ എഫക്റ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓൾറെഡി അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ഈ എഫക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ
ഇപ്പോൾ സോങ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം സോങ് ആഡ് ചെയ്തിട്ട് പിന്നെ ആ ബീറ്റിനനുസരിച്ച് എഫക്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സോങ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സോങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും എഫക്റ്റ്, ഇപ്പോൾ ഇത് ബ്ലാക്ക് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കാം ഈ രണ്ട് പിക്ചേഴ്സിനിടയിൽ. ഇതിൽ ഒരുപാട് ക്യാപ്കട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ജസ്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ എഫക്റ്റ് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഈ എഫക്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ടു ആൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും അതേ ഇത് വരും. അല്ലെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അപ്ലൈ ടു ആൾ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എല്ലാത്തിലും ഈ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീഡിയോ സേവ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. താങ്ക് യു. സ്റ്റേ ട്യൂൺ.